പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഗ്ലോബൽ ഗൈഡ് ദാജിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. മണ്ണും മരങ്ങളും ആത്മീയതയും ഉള്ള അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്റ്റ്. ഹാർട്ട്ഫുൾനെസ്സിലെ മറ്റ് മാസ്റ്റേഴ്സ് നേരിട്ട് പ്രതിപാദിക്കാത്ത ഒരു വിഷയമാണിത്. അപ്പോൾ എല്ലാ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സും ഈ ഭൂഗോളത്തിനെ ഒരു സ്വർഗമാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു ശൂന്യാകാശത്ത് നിന്ന് നമ്മൾ ഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്താൽ എന്ത് കളറായിരിക്കും? നീല കളറിലൊരു ഗോളായിട്ടാണ് ഭൂമി കാണുക. ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് അത് പച്ച കളറിലുള്ള ഗോളമാക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികളും മരങ്ങളും നിറഞ്ഞ കംപ്ലീറ്റ് പച്ച കളറ്, അതാണ് അവർ വിഭാവനം ചെയ്യുന്ന പച്ച നിറത്തിലുള്ള ഭൂഗോളം. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണും മരങ്ങളും ഈ ഭൂമിയുടെ ബോധത്തിനെ മെച്ചപ്പെടുത്തുന്നതിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പങ്കുവഹിക്കുന്നുണ്ട്. മനുഷ്യനും പരിശ്രമിക്കുകയാണെങ്കിൽ ഭൂമിയുടെ മൊത്തത്തിലുള്ള കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധത്തിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ കഴിവുറ്റ ഒരു യോഗി, ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റേഴ്സിനെ പോലുള്ള യോഗികൾ മരങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ ആ സംപ്രേഷണം അവ ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിർത്തും. മനുഷ്യന് ആധ്യാത്മിക നില 5 മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെടും. അപ്പം ആയിരക്കണക്കിന് വർഷങ്ങളാണ് മരങ്ങൾ ഈ ആത്മീയ നില സംപ്രേഷണത്തിൻ്റെ അവസ്ഥ നിലനിർത്തണം. അത് മരം നശിച്ചാലും അതതിൻ്റെ വേരിൽ ആത്മീയ നില സംരക്ഷിക്കുന്നതാണ്. ആ വേര് ഭൂമിയിൽ ലയിച്ചു ചേരുന്നതോടുകൂടി ആ മണ്ണിൽ ആധ്യാത്മിക അന്തരീക്ഷം പ്രതിലും. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഭാരതവർഷം എന്ന് പറയുന്നത് കൃഷികളുടെ നാടായതുകൊണ്ട് ഈ ആധ്യാത്മിക നില വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിലനിർത്താൻ പ്രധാന കാരണക്കാർ മണ്ണും മരങ്ങളുമാണ്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളൊക്കെ വിദേശയാത്ര കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം ഭാരത മണ്ണിന് നമസ്കരിക്കും. ശതശതവന്ദനം ഋഷിനാടേ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഭാരതത്തിനെ വന്ദിച്ചിട്ടാണ് പിന്നീടുള്ള യാത്ര. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മണ്ണും മരങ്ങളും ഈ ആത്മീയ നില പിടിച്ചു നിർത്തുന്നതാണ്. ഇന്നും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതത്തിൻ്റെ ആത്മീയ പൈതൃകമാണ് വലിയ സമ്പത്തായിട്ട് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം ഇതാണ്. അപ്പോൾ കാൻഹ ശാന്തിവനം എന്ന് പറയുന്നത് അങ്ങനെ സൃഷ്ടിച്ചെടുത്താണ്. ദാജി എനിക്കറിയാം, 10 വർഷത്തിന് മുമ്പേയാണ് അത് ഒരു മരുഭൂമി പോലത്തെ സ്ഥലമായിരുന്നു. അത് ഇന്ന് ഒരു പച്ച നിറത്തിലുള്ള ഒരു വനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അന്ന് തുടക്കത്തിൽ അവിടെ വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം അഭ്യാസികൾ വരുമ്പോൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുവരാൻ പറയും. അത് ശുദ്ധജലം അല്ലെങ്കിൽ അഴുക്കുള്ള വെള്ളമായാലും മതി എന്ന് പറയും. ശുദ്ധജലം തന്നെ വേണമെന്നില്ല. കാരണം എന്താ? അത് ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അത് തുടങ്ങി വെച്ചത്. ആദ്യത്തെ വർഷം തന്നെ അവിടെ അതിഗംഭീരമായിട്ടുള്ള മഴ കിട്ടി, പതിവില്ലാത്തതായിരുന്നു. അപ്പോൾ ആ മഴ പെയ്യും എന്നുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ആ മഴവെള്ളത്തിനെ ജലം അത് സംഭരിക്കാൻ വേണ്ടിയിട്ട്
നിറയെ കുഴികൾ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുഴികളൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കുഴികളിൽ അദ്ദേഹം ചാർക്കോൾ അല്ലെങ്കിൽ കരി ഒരു നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ഇഞ്ച് കനത്തിൽ കരി, നിങ്ങൾക്കറിയാം, കൽക്കരി. നമ്മുടെ മരത്തിൻ്റെ ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും ഒക്കെ എടുത്തിട്ട് ഓക്സിജൻ ഇല്ലാതെ അത് കത്തിക്കുമ്പോഴാണ് അത് കൽക്കരിയായിട്ട് മാറുന്നത്. ഓക്സിജനോടുകൂടി കത്തിച്ചാൽ ചാരമായി മാറുന്നത്. അപ്പോൾ ഈ കൽക്കരി എന്ന് പറയുന്നത് ഒരു അമൂല്യ വസ്തുവാണ്. താജ്യത്തിന് ഇന്ന് ഒരുപാട് പ്രചാരം കൊടുക്കുന്നുണ്ട്. ഇത് കുഴി ഉണ്ടാക്കി അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ അത് ഫിൽട്ടർ ചെയ്യും, അത് കൂടെ പോകും. അപ്പം ഈ കൽക്കരിയുടെ പ്രത്യേകത എല്ലാ തരത്തിലുള്ള ഈ മണ്ണിൻ്റെ ഗുണവിശേഷങ്ങളും അത് അബ്സോർബ് ചെയ്യും. ഇത് ആവശ്യത്തിനനുസരിച്ച് സമയമെടുത്ത് വിതരണം ചെയ്യും. അപ്പം അതുകൊണ്ട് മരങ്ങൾ പ്ലാന്റേഷൻസ് നടത്തുമ്പോൾ, കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കൽക്കരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഇത് വളരും. കാണ്ടാശാന്തിവരത്തിന് മരങ്ങളിൽ ഇത്ര ഉത്സാഹത്തിൽ വളരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിൻ്റെയൊക്കെ അടിയിൽ, കുഴിയുടെ അടിയിൽ അദ്ദേഹം ഈ ചാർക്കോൾ അല്ലെങ്കിൽ കരിയിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ദാജിയുടെ അഭിപ്രായത്തിൽ ഈ ചാർക്കോളും മേൽമണ്ണിലുള്ള സൂക്ഷ്മജീവികൾ, വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, ഇതുമാണ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള അവസ്ഥ പിടിച്ചു നിർത്തുന്നതിന് ഏറ്റവും സഹായകമായിട്ടുള്ള വസ്തു. പിന്നെ അദ്ദേഹം ഈ കുഴികളൊക്കെ കൂടി കണക്ട് ചെയ്തിട്ട് ഒരു കൃത്രിമമായിട്ടുള്ള തടാകം സൃഷ്ടിച്ചു. അവിടെ വെള്ളം ചെന്ന് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആ തടാകത്തിലൊക്കെ പലതരത്തിലുള്ള പക്ഷികളും. കൃത്രിമമായിട്ടുള്ള തടാകം നമുക്ക് തോന്നുകയില്ല. ഇതെല്ലാം ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് പ്രധാനപ്പെട്ട എല്ലാ പണികളും അദ്ദേഹം ചെയ്തു വെച്ചത്. പിന്നെ അവിടെ നിങ്ങൾക്കറിയാം ഒരു എന്താ പറയുക, റെയിൻ ഫോറസ്റ്റ് ഉണ്ട്. സാധാരണ ആമസോൺ കാടുകളിൽ മാത്രം കാണുന്ന ഒരു റെയിൻ ഫോറസ്റ്റ്. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മഴക്കാട്, അതായത് 365 ദിവസവും മഴ ഉണ്ടെങ്കിൽ മാത്രമേ അത് വളരൂ. അപ്പോൾ അത് തുടങ്ങുന്ന സമയത്ത് നമ്മളവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തെലുങ്കാനയിൽ അങ്ങനത്തെ ഒരു സംരംഭം അത് അസാധ്യമായിരിക്കുന്നു പറഞ്ഞു. പക്ഷേ വലിയ കഴിവുള്ളൊരു യോഗിയുടെ സംപ്രേഷണത്തിൽ മണ്ണും മരങ്ങളും അതിനോട് പ്രതികരിക്കും. അപ്പോൾ ഈ റെയിൻ ഗൺ ഉപയോഗിച്ച് ദിവസേന വെള്ളം നിലനിർത്തിയിട്ടാണ് ഈ റെയിൻ ഫോറസ്റ്റ് ഉണ്ടാക്കിയത്. ഇന്നത് കണ്ടു കഴിഞ്ഞാൽ ആമസോൺ കാടുകളിൽ പോലും ഇല്ലാത്ത അപൂർവമായിട്ടുള്ള മരങ്ങളും ചെടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ പറ്റില്ല, അത്ര നിബിഡമായിട്ടുള്ള കാടായി അത് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാസ്റ്ററുടെ പ്രവർത്തന ഫലമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിലാണ് ഈ കാൻഡ ശാന്തിവനത്തിൻ്റെ പ്രധാനപ്പെട്ട പണികളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആധ്യാത്മികത പിടിച്ചു നിർത്തുന്നതിൽ മരങ്ങളാണെന്ന് പറഞ്ഞു. അതിൻ്റെ മറ്റൊരു പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യാത്രാ ഗാർഡൻ. സ്പിരിച്വൽ അനാട്ടമി എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബോധത്തിൻ്റെ 13 ചക്രങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിട്ടാണ് ഹാർട്ട്ഫുൾനെസ്സിലെ ആത്മീയ പുരോഗതിയെക്കുറിച്ച് പറയുന്നത്. ഇപ്പം ഈ 13 ചക്രങ്ങൾ അവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെ രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓരോ ചക്രങ്ങൾക്കും നിങ്ങൾക്കറിയാം ഒരു പ്രത്യേക കളറുണ്ട്, പ്രത്യേക സ്ഥാനമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവും. ബോധത്തിന് ഓരോ തരത്തിലും ഓരോ ഫീലിംഗാണ്. അപ്പോൾ ആ കളർ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഇപ്പോൾ 1ാമത്തെ ചക്രമാണെങ്കിൽ മഞ്ഞ കളറാണ്. ഇപ്പോൾ മഞ്ഞ കളറുള്ള
മരങ്ങളും ചെടികളും പുഷ്പങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുക ആ ഭാഗത്ത്. അപ്പോൾ രണ്ടാമത്തെ ചക്രത്തിലാണെങ്കിൽ ചുവപ്പ് നിറമാണ്, ആത്മചക്ര. ഇതൊക്കെ സ്പിരിച്വൽ അനാട്ടമിയിൽ വിശദമായിട്ട് ദാജി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചുവപ്പ് കളറുള്ള പുഷ്പങ്ങൾ അടങ്ങുന്ന ചെടികൾ മരങ്ങളും നിറച്ചിരുന്നു. ഇങ്ങനെയാണ് ഈ 13 ചക്രങ്ങളും അദ്ദേഹം അവിടെ ഒരു പൂന്തോട്ടത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അവിടുത്തെ മണ്ണും ഈ മരങ്ങളെയും സംപ്രേഷണം കൊണ്ട് ചാർജ് ചെയ്തിട്ട് ആ ഓരോ ചക്രങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലത്ത് പോയി നമ്മളിരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ ആ ചക്രത്തിൻ്റെ ബോധത്തിൻ്റെ തലത്തിലുള്ള ഫീലിംഗ് നമുക്ക് കിട്ടും. അതൊരു അത്ഭുതമല്ലേ? ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ശാസ്ത്ര പുസ്തകം പോലെയാണ്. അപ്പോൾ സ്പിരിച്വൽ അനാട്ടമി, ഇപ്പോൾ സയൻസിൻ്റെ ബുക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ലാബറട്ടറിയിൽ അത് നമ്മൾ പരീക്ഷണം നടത്തുമ്പോൾ അതേ പ്രതിഭാസം നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ശാസ്ത്രമാണെന്ന്. അതുപോലെ സ്പിരിച്വൽ അനാട്ടമി വായിച്ചിട്ട് ഓരോ ചക്രങ്ങളുടെയും സ്വഭാവവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി കാരണശാന്തിവനത്തിൽ ആ പോയിന്റിൽ പോയി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അതേ ഫീലിംഗ്. ഞാനത് വ്യക്തിപരമായിട്ട് പരീക്ഷിച്ചു നോക്കിയത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ അവിടെ ഒരു 21 ദിവസം ഉണ്ടായിരുന്നു കാനഡയിൽ. അപ്പം എല്ലാ ദിവസവും ഈ യാത്രാ ഗാർഡനിൽ നടക്കാൻ പോകും. അപ്പോഴാണ് ഈ ഐഡിയ തോന്നിയത്. അവിടെ ഓരോ ദിവസവും അത് പ്രത്യേകമാണ്. ഓരോ ദിവസവും ഓരോ പോയിന്റിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇത് കണ്ടീഷൻസ് ഓവർലാപ്പ് ചെയ്ത് നമുക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ 13 ദിവസം ഈ ഓരോ ചക്രങ്ങളിലിരുന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ സ്പിരിച്വൽ അനാട്ടമിയിൽ പറയുന്ന ചക്രങ്ങളുടെ എല്ലാ സ്വഭാവവിശേഷങ്ങളും നമ്മുടെ ഉള്ളിൽ ഫീലിംഗ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചക്രമായിട്ടുള്ള ആത്മചക്രയിൽ കുറച്ച് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ ഡീപ്പായിട്ടുള്ള ശാന്തി നമുക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തെ ചക്രത്തിൽ അത് വെള്ള കളറാണ്. അപ്പോൾ വെളുത്ത പുഷ്പങ്ങളെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുന്നു, മരങ്ങളും. അവിടെ ഇരുന്ന് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്നേഹം ഉള്ളിൽ നിന്നിങ്ങനെ കിനിഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതൊരു മഹാ അത്ഭുതമല്ലേ? ഒരു യോഗി അദ്ദേഹത്തിൻ്റെ യോഗശക്തി സംപ്രേഷണം ചെയ്തുകൊണ്ട് മണ്ണിനെയും മരങ്ങളെയും ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു സംഗതി അവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് പറഞ്ഞു ചാർക്കോളാണ്, അല്ലെങ്കിൽ കൽക്കരിയാണ്. ഇപ്പോൾ ഈ കൽക്കരി എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ചാർക്കോൾ ടാബ്ലറ്റായിട്ട് ഗുളിക രൂപത്തിൽ US അവൈലബിൾ ആണ്. പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അതിന് അസിഡിറ്റിയെ കുറയ്ക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ കുട്ടികൾ അറിയാതെ വിഷാംശം എന്തെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ഈ ചാർക്കോൾ ടാബ്ലറ്റ് കൊടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഈ പോയ്സൺ മുഴുവൻ അത് അബ്സോർബ് ചെയ്യും. ചാർക്കോളിന് എല്ലാ സാധനങ്ങളെയും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ചെടികൾക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് ചാർക്കോൾ ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് വളം ഇട്ട് കൊടുത്താൽ ഈ വളത്തിനെ അത് നിലനിർത്തി പതുക്കെ ഇങ്ങനെ റിലീസ് ചെയ്ത് കാലങ്ങളോളം ഈ മരത്തിനെ ഫലഭൂയിഷ്ടമായിട്ടുള്ള അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് ചാർക്കോൾ. നമുക്കറിയാം വലിയ വലിയ കാറുകളിൽ ചാർക്കോൾ കരി എന്ന് പറയുന്നത് ഫിൽറ്ററായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ദാജിയുടെ അച്ഛൻ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹം പറയത്തില്ല, വയറിന് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് വയറിന് എന്തെങ്കിലും അസുഖം ഡയറിയ വന്നു കഴിഞ്ഞാൽ ആൾ പറയും ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് കരിച്ചിട്ട് കഴിച്ചാൽ മതി, നല്ലതാ. അപ്പോൾ ചപ്പാത്തി ദോശയൊക്കെ ഇനി കരിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, ആ കരിഞ്ഞ സാധനമാണ്. കരിയാത്ത ചപ്പാത്തി ദോശയെക്കാട്ടിലും നല്ലത്. അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് കരിയിച്ചിട്ട് കഴിച്ചു പോകും, വയറിന് നല്ലതാണ്, ആസിഡിറ്റി കുറയും. അപ്പോൾ നമ്മൾ കരിഞ്ഞതാണെങ്കിൽ അയ്യേ ഇത് കരിഞ്ഞതെന്ന് പറഞ്ഞിട്ട് കളയും. പക്ഷേ ചാർക്കോളിൻ്റെ നന്മ നമ്മൾ മനസ്സിലാക്കിയിരിക്കാതെ എന്താണ്. അപ്പോൾ ചാർക്കോളും ഭൂമിയുടെ മേൽമണ്ണിലുള്ള സൂക്ഷ്മജീവികളായിട്ടുള്ള വൈറസ്, ഫംഗസ്, ബാക്ടീരിയ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അടുത്ത ഒരു പഠനങ്ങൾ ഞാൻ കേട്ടു. കേരളത്തിൽ അടുത്തടുത്ത് വരുന്ന ഈ വെള്ളപ്പൊക്കം തുടരുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം എന്താ? വെള്ളം പൊങ്ങുന്നതുകൊണ്ടല്ല, ആ മേൽമണ്ണ് ഒലിച്ചു പോവും.
മേൽമണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണിൽ ഒരു ബലഭൂയിഷ്ടി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേരളം ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവുന്നൊരു പഠനം കണ്ടു. അത് വാസ്തവമാണത്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള പ്രധാന സംഗതി എന്താണ്? മനുഷ്യൻ്റെ ബോധം കൊണ്ട് മണ്ണിൻ്റെയും ചെടികളുടെയും ബോധത്തിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള വസ്തുത. ഇപ്പം നമ്മുടെ ചിന്തകൾ ഇതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മണ്ണിനെയും മരങ്ങളെയും ബാധിക്കും. മറ്റ് മനുഷ്യരെ ബാധിക്കും നമുക്കറിയാം. മണ്ണിനെ ബാധിക്കും, മരങ്ങളെ ബാധിക്കും മനുഷ്യൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ഒരു ചിന്ത പ്രപഞ്ചത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളുടെ ചിന്തകളെ ക്രമീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഇപ്പം ദാജിയനെ കാനയിൽ ചെറിയ അവിടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഒരു പരീക്ഷണം നടത്താനോ അദ്ദേഹം പറയും, ഇപ്പം ഈ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ ഒരു ചട്ടിയിലാക്കിയിട്ട് അതിൻ്റെ വിത്തിട്ടിട്ട് അത് മുളച്ച് ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വരുമ്പോൾ 2 വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി, ഒന്നിനെ ഒരു മുറിയിൽ വെച്ചു, വേറൊരു ചട്ടി മറ്റൊരു മുറിയിൽ. ഒരേ സൂര്യപ്രകാശം വളമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ രണ്ടിനും ഒന്നിന് ബാഡ് എന്നുള്ളൊരു ബോർഡ് വെച്ചു, മറ്റൊരു ഗുഡ് നല്ലത് ചീത്ത എന്നുള്ളൊരു ബോർഡ് വെച്ചു അതിൻ്റെ മുന്നിൽ. ഒന്നിൻ്റെ അടുത്ത് ഒരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് പകുതി ഈ ചട്ടിയിലും പകുതി മറ്റേ ചട്ടിയിലും വെച്ചു. അപ്പോൾ ഈ 2 ചട്ടികൾ 2 മുറിയിലാണ് വെച്ചിരിക്കുന്നത്, പരസ്പരം കാണില്ല. എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് പറയും, ഈ ഗുഡ് എന്നെഴുതിയിട്ടുള്ള ചെടികളുടെ മുന്നിൽ മുളച്ച് വരുന്നേ ഉള്ളൂ, പോയിട്ട് എല്ലാ നല്ല കാര്യങ്ങളും അതിനോട് പറയണം. നല്ല മനോഹരമായിട്ടുണ്ട്, നീ എത്ര മനോഹരമായിട്ടാണ് വളരുന്നത്, നീ നല്ല ചെടിയാണ്, നിന്നെ ഞാൻ വേണ്ട വിധം സംരക്ഷിച്ചോളാം, എല്ലാം പോസിറ്റീവായിട്ടുള്ള സജഷൻ. അതിനോടൊപ്പം തന്നെ വെള്ളവും വളവും സൂര്യപ്രകാശവും സാധാരണ ചെടികൾക്ക് വളരാൻ. മറ്റേ ബാഡ് എന്ന് ബോർഡ് വെച്ച് ചെടിക്ക്, നീ വൃത്തികെട്ട ചെടിയാണ്, ഒന്നിനും കൊള്ളാത്തതാണ്, എനിക്ക് ഞാൻ ഒന്നും തരാൻ പോകുന്നില്ല, അങ്ങനെ നെഗറ്റീവായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കമൻറ്റും ചെയ്യുക. ഇതാണ് പരീക്ഷണം കുട്ടികളോട് പറഞ്ഞത്. ഗ്രൂപ്പായിട്ട് കുട്ടികൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലം വളരെ അത്ഭുതാവഹമായിരുന്നു. ഒരേ വളവും ഒരേ സൂര്യപ്രകാശവും ഒരേ വെള്ളവും കിട്ടിയിരുന്ന ചെടികളിൽ ഈ നെഗറ്റീവായിട്ടുള്ള കമൻസ് ഏറ്റ ചെടികളൊക്കെ പതുക്കെ മഞ്ഞ കളറായി പഴുക്കാൻ തുടങ്ങിയത്. അവിടെ വെച്ചിട്ടുള്ള ആപ്പിൾ ഒരു ആപ്പിൾ പകുതിയേക്ക് 2 പകുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാഡ് എഴുതിയ ആ ചട്ടിയിലിരിക്കുന്ന ആപ്പിൾ ആകെ കറുത്ത് കരി മാതിരി ചെയ്യും. മറ്റേ പോസിറ്റീവായിട്ട് കുട്ടികൾ സംസാരിക്കുന്ന ചെടികളൊക്കെ വളരെ ശക്തമായിട്ട് വളരും. അവിടെ വെച്ചിട്ടുള്ള ആപ്പിളിൻ്റെ പകുതി ഭാഗം മഞ്ഞ കളറായുള്ളൂ, കറുപ്പായില്ല. അത് ഇപ്പോൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് പകുതിയായി പോലും അത് നെഗറ്റീവ് തോട്ട്സ് അതിനെ ബാധിക്കുന്നില്ല കാണിക്കുന്നു. നമ്മൾ വിചാരിക്കും അത് ഫ്രിഡ്ജ് വയ്ക്കണോണ്ടാണ് ഭംഗിയായിട്ടിരിക്കുന്നത്. അല്ല, മനുഷ്യൻ്റെ തോട്ട്സാണ് അതിന് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് മണ്ണും മരങ്ങളും മനുഷ്യൻ്റെ ചിന്തകളോട് പ്രതികരിക്കുന്നുണ്ട് കാണുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചബോധത്തിനെ സ്വരൂപിക്കുന്നതിൽ മനുഷ്യൻ്റെ ചിന്തകൾക്ക് എത്രമാത്രം പ്രാധാന്യം തോന്നും. നമ്മൾ വെറുതെ ദാജി വേറൊരു എക്സാമ്പിൾ പറയും, വെറുതെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു നെഗറ്റീവ് തോട്ട് വയ്ക്കുക. ഭർത്താവ് വിചാരിക്കുക, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ സുഹൃത്തായിട്ട് എന്തോ ഒരു പതിവിൽ കൂടുതൽ അടുപ്പുണ്ടല്ലോ എന്ന് സങ്കല്പിച്ചു നോക്കി. പിന്നെ ആ തോട്ട്സ് ആവർത്തിച്ച് വരികയെന്ന് വിചാരിക്കുക മനസ്സിൽ. പിന്നെ ഇയാളുടെ മനസ്സ് വേറൊരു രീതിയിലോ വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് അയാളുടെ മുന്നിൽ തന്നെ കാണാൻ തുടങ്ങും. ചിലപ്പോൾ ഇത് വാസ്തവമായിരിക്കാം, താജ് പറഞ്ഞ, എങ്കിൽ കൂടി നമ്മൾ പോസിറ്റീവായിട്ടുള്ള, ഇപ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് വന്ന് നമ്മൾ പോസിറ്റീവാക്കി അതിനെ മാറ്റുമെന്ന് വിചാരിക്കുക. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായിട്ട് വന്നോളൂ എന്നുള്ള സങ്കല്പമാണ് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ ഈ സാഹചര്യം മാറിപ്പോയി ഈ ബന്ധം കൂടുതൽ ഊഷ്മളമാവാനുള്ള സാധ്യത ഉണ്ട്.
ഇപ്പോൾ മനുഷ്യൻ്റെ ചിന്തകൾ എത്ര വേഗമാണ് ബന്ധങ്ങളെ വഷളാക്കുന്നത്. എന്തിനും ചിന്തകൾ, നമ്മളൊരു നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി, അപ്പം തന്നെ മറ്റൊരാളുടെ ഉള്ളിൽ അത് ആ രീതിയിലുള്ളൊരു സൃഷ്ടി നടത്തും. അപ്പോൾ അഹല്യയുടെ കഥ നിങ്ങൾ കേട്ടില്ലേ? ഗൗതമൻ എന്ന് പറഞ്ഞ മഹർഷി അവരെ ശപിച്ച് ശിലയാക്കി, അവർ മോശം സ്വഭാവമാണെന്ന് ആരോപിച്ച് അവരെ. അപ്പോൾ മുജന്മത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എന്തായാലും പറയണ വെച്ചാൽ ഇതേ അഹല്യയെ ശ്രീരാമൻ വീണ്ടും ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മഹർഷി അതിനെ ശിലയാക്കി മാറ്റി, ശ്രീരാമനെ വീണ്ടും പുഷ്പമാക്കി മാറ്റി. ഉന്നതമായ ബോധത്തിൻ്റെ. അപ്പോൾ അവിടേക്ക് ആരും പോകാറില്ല അഹല്യയുടെ വീട്ടിലേക്ക് ഈ ശാപത്തിന് ശേഷം. ശ്രീരാമൻ ഒരു കൂസലില്ലാണ്ട് നടന്നു. എന്തുകൊണ്ടാണത്? അറിയാതെ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു. ഇത് ചിലപ്പോൾ സാങ്കല്പികമാവാൻ കഥ, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാവും, നമുക്കറിയില്ല. സാങ്കല്പികമാണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും കഥയ്ക്ക് ബോധത്തിൻ്റെ തലവുമായിട്ട് ഒരു ഗുണപാഠമുണ്ട്. ഒരാൾ നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ സ്ത്രീയെ കല്ലാക്കി മാറ്റി. മറ്റൊരാൾ പോസിറ്റീവ് തൊട്ടോടുകൂടി പോസിറ്റീവായിട്ടുള്ള സജഷനിൽ ഈ സ്ത്രീ വീണ്ടും ഒരു പുഷ്പമായി മാറുകയാണ്. അപ്പോൾ ശ്രീരാമൻ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? ഇവർ വലിയ തെറ്റാണ് ചെയ്തതെങ്കിൽ ശ്രീരാമൻ എന്തിനാ അവരെ വീണ്ടും ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു? തെറ്റാണെങ്കിൽ തന്നെ അത് അറിയാതെ ചെയ്ത തെറ്റാണ്. അറിയാതെ ചെയ്ത തെറ്റിന് പ്രാർത്ഥന കൊണ്ട് ബലമുണ്ട്. നമ്മുടെ 10ാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നില്ലേ, രാത്രി ഉറങ്ങാൻ നേരം ഈശ്വര സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുക. അതായിരിക്കാം ശ്രീരാമൻ അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണം. നമുക്ക് അത്ഭുതം തോന്നി. ഈ മഹർഷി, ഗൗതമ മഹർഷി, ഇദ്ദേഹമാണ് ന്യായശാസ്ത്രം എഴുതിയതെന്ന് പറയപ്പെടുന്നത്. അല്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ന്യായശാസ്ത്രം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിട്ട് പ്രപഞ്ച രഹസ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഷഡ്ദർശനങ്ങളിലെ മഹത്തായ ഒരു ദർശനമാണ്. അത് എഴുതിയിട്ടുള്ള മഹർഷിയാണ് എന്ത് ചെയ്തത്? ഭാര്യ അറിഞ്ഞോ അറിയാതെ ചെയ്തൊരു തെറ്റിന് അതിനെ ശിലയാക്കി മാറ്റി. എന്തത് കാണിക്കുന്നത്? നമ്മളിത് കഥ വായിക്കുമ്പോൾ നമ്മൾ എന്താ ഇതിന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത്? മനുഷ്യൻ്റെ ചിന്ത, പോസിറ്റീവായിട്ടുള്ള ചിന്തകളുടെ പരിണിത ഫലം. ചിന്തകൾക്ക് സൃഷ്ടി ചെയ്യാനുള്ള കഴിവുണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ എന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ചിന്തകൾ പ്രയോഗിക്കുമ്പോൾ മനസ്സിനെ ക്രമീകരിച്ചതിന് ശേഷം പ്രയോഗിക്കണമെന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ട്. ഹാർട്ട്ഫുൾനെസ് അഭ്യാസികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നത്. കാരണം പ്രപഞ്ചബോധത്തിൽ തന്നെ ആഘാതമുണ്ടാക്കാനുള്ള കഴിവ് മനുഷ്യൻ്റെ ചിന്തകൾക്കുണ്ട്. അപ്പോൾ ഉന്നതമായ ബോധത്തിൻ്റെ ഉടമയായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടല്ലേ ആണ്. അപ്പോൾ നമ്മൾ ധ്യാനം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ എനിക്ക് വേണ്ടി ധ്യാനം ചെയ്യുന്നതല്ല. ധ്യാനം ചെയ്യുന്നത് ഒരു സമൂഹ സേവനമാണ്. എന്താ കാരണം? പ്രപഞ്ചബോധത്തിന് അതിനൊരു എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഉന്നതമായ ബോധത്തിലുള്ള ഒരു യോഗി, ഇപ്പോൾ ദാജിയെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന് അദ്ദേഹം ഒരു അനുഗ്രഹമല്ലേ. കഴിഞ്ഞ 10 വർഷത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ ഉന്നതമായ ബോധത്തിലുള്ളൊരു വ്യക്തി പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നമ്മൾ മറക്കരുത്. നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ ആവാനുള്ള സാധ്യതയാണ് മഹാഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത്. അപ്പോൾ ഒരു ധ്യാനം ചെയ്യുന്ന ആളുടെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമായിരിക്കും. നമ്മൾ കണ്ടില്ലേ, ഒരു പമ്പരം മുന്നേ കറങ്ങുന്ന സമയത്ത്, വളരെ സ്പീഡിലത് കറങ്ങുന്ന സമയത്ത് അത് നിശ്ചലമായിരിക്കും. അതായത് ധ്യാനം ചെയ്യുന്ന ആൾ വളരെ ഫാസ്റ്റായിട്ടാണ്, വേഗത്തിലാണ് മനസ്സ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഹൃദയത്തിലെ നിശ്ചലിതയുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉള്ളുകളിൽ എന്ന് മനസ്സിലാവും. എന്താ കാരണം? മനസ്സിന് അതിവേഗത്തിൽ സഞ്ചരിക്കാനും കഴിയുന്നുണ്ട്, അതോടൊപ്പം
നിശ്ചലമായ കേന്ദ്രത്തിനായിട്ട് കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ തിരിയുന്ന ഒരു പമ്പരം നിശ്ചലമായി നിൽക്കുന്ന പോലെയാണ് ധ്യാനം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സ്. അങ്ങനെയുള്ള വ്യക്തികളൊരു അസറ്റാണ്. ഇപ്പം നമ്മളിന്ന് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ പോയാലും പലപ്പോഴും നമ്മൾ അവിടെയും പരദൂഷണം ചെയ്യുക ആളുകൾ, അല്ലേ? നമ്മൾ സുഖമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ വിചാരിക്കുക ഈ ആൾ സുഖമില്ലാതെ കിടക്കുന്നത് ഈശ്വരൻ അറിയില്ല എന്നുള്ള ധാരണയാണ്. നേരെ മറിച്ച് ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ബോധത്തിൻ്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈബ്രേഷൻ കൊണ്ട് തന്നെ ഈ അസുഖം ബാധിച്ച ആൾക്ക് ആശ്വാസം കിട്ടും. അവരുടെ അടുത്ത് പോയിരുന്ന പ്രാർത്ഥന പോലും വേണ്ട. അപ്പോൾ ഉന്നത ബോധത്തിലുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യം മറ്റു മനുഷ്യർക്ക് ആശ്വാസമാണ്. താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് ആ ബോധത്തിൻ്റെ ലെവല് ഈ ലെവലുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കുന്ന സമയത്ത് നമുക്കൊരു സ്വസ്ഥത തോന്നുന്നു. അതാണ് മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ദാജി പറയുന്നത് നമ്മൾ സന്തുലിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കേണ്ടത് അനിവാര്യമാണ്. ഭൗതിക ജീവിതത്തിലും നമ്മൾ പണം സമ്പാദിക്കും, അതിലൊരു നല്ല ജീവിതം നയിക്കണം. ഒപ്പം ധ്യാനം ചെയ്ത് ആത്മീയ ലെവലിലും നമ്മൾ പുരോഗമിക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും ഈ പാതിരിമാരും അതുപോലെ പൂജാരിമാരെ പോലെ സമൂഹത്തിൻ്റെ മേലെ ഒരു എത്തിക്കണ്ണികളായിട്ട് ജീവിക്കുന്നു. അതല്ല അവർ ചെയ്യണത്. ഇപ്പോൾ മതമേലധ്യക്ഷന്മാർ, പൂജാരികൾ, ഇവരൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മേലൊരു എത്തിക്കണ്ണികളാണ്. ഗൃഹസ്ഥാശ്രമിയുടെ സമ്പാദ്യത്തിൻ്റെ മേലെയാണ് അവർ ജീവിക്കുന്നത്. നമ്മളത് അറിയുന്നില്ല. എന്നിട്ടോ എല്ലാത്തിലും പലതരത്തിലുള്ള വിശ്വാസങ്ങളും പ്രമാണങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഓരോ മതത്തിനും ഓരോ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. എന്താ ബാബുജി മഹാരാജ് മതം നമ്മളെ വിഭജിക്കുന്നു, ആത്മീയത നമ്മളെ ഒരുമിക്കുന്നു എന്ന് പറയാനാണ്. നമ്മൾ പലപ്പോഴും ഇത് മനസ്സിലാക്കില്ല. എന്താ ഈ മതത്തിൻ്റെ പ്രശ്നം? ഒരു വിശ്വാസമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും വിശ്വാസികളാണ്. ഈ വിശ്വാസികൾ തമ്മിലുള്ള മത്സരത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിൽ മരിച്ചിട്ടുള്ളത്. എന്താ പ്രശ്നം അവിടെ? അപ്പോൾ ഈ വിശ്വാസത്തിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നില്ല. ഇപ്പം എനിക്ക് ഈശ്വര വിശ്വാസമുണ്ട്, വളരെ നല്ലത്. എവിടെയാണ് ആ ഈശ്വരൻ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ ഈശ്വരൻ എൻ്റെ ഹൃദയത്തിലാണ്, അതിൻ്റെ സാന്നിധ്യം ഞാൻ ധ്യാനത്തിലൂടെ അറിയുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. മനസ്സിനെ അധികം എടുക്കുക. അല്ലെങ്കിൽ എന്താ ചെയ്യുക? മനസ്സിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ചിന്തയുടെ രൂപത്തിൽ തന്നെ നിൽക്കണു. ചിന്ത അനുഭൂതിയായിട്ട് മാറ്റപ്പെടുന്നില്ല. അപ്പോൾ ഒരു ട്രാപ്പ് പോലെ അതിൽ കുടുങ്ങിക്കിടക്കുക നമ്മൾ. ദാജി പറയും മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെണിയാണ്. എന്താ കാരണം? വിശ്വാസങ്ങളും ആചാരപ്രമാണങ്ങളും മാത്രം. അവിടെ നിന്നുപോയി നമ്മൾ. അത് നമ്മളെ ഡിവൈഡ് ചെയ്യുന്നു. അദ്ദേഹം പറയും കാൻഹ ശാന്തിവനും ഒരു പക്ഷേ അതുപോലൊരു കെണിയാവാൻ സാധ്യതയുണ്ട്. അതെന്താ വെച്ചാൽ അവിടെയുള്ള അന്തേവാസികളോട് അദ്ദേഹം പറയും മതം പോലെ കാൻഹയും ഒരു കെണിയാവും. എങ്ങനെയാണ്? ഞാൻ കാൻഹയിൽ താമസിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഭംഗിയാവും എന്നുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ കാൻഹയും ഒരു കെണിയായി മാറാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അവിടുത്തെ അന്തേവാസികളെ അഭിസംബോധന ചെയ്യുമ്പോൾ എനിക്ക് പറയണ്ടേ. കാരണം അതൊരു മതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതായത് ഒന്നിലും നമ്മൾ അങ്ങനെ നിൽക്കാതെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കണം. അതാണ് മതത്തിനെ അതികടന്ന് ആത്മീയതയിലേക്ക് വരിക. ചിന്തയെ ഫീലിംഗ് ആക്കുക, മനസ്സിനെ ഹൃദയത്തിലൂടെ ബൈപ്പാസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദാജി പറയണത് ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് പരിശീലിക്കുന്ന അഭ്യാസികളിൽ അമേരിക്കയിലുള്ള അഭ്യാസികളാണ് ഇപ്പോൾ കൂടുതൽ പുരോഗമിക്കുന്നത്. അദ്ദേഹം 2-3 തവണ ഇത് ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ ഭൗതികതയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെയാണ് ആത്മീയ ഹാർട്ട്ഫുൾനെസ്സിൽ അഭ്യാസികൾ പുരോഗമിക്കുന്നത്. എന്താണ് കാരണം? ഒരു കാരണം പറയണ അദ്ദേഹം അമേരിക്കയിലെ മണ്ണും മരങ്ങളും ഇവിടത്തേക്കാൾ ബെറ്ററാണ്. അദ്ദേഹം ഒരിക്കൽ പറയേണ്ട അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിൻ്റെ വീടിൻ്റെ ബാക്കിൽ കൃഷി ചെയ്താലും അമേരിക്കയിലെ സ്റ്റാറ്റൻ ഐലൻഡിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ കൃഷി ചെയ്യുമ്പോഴും
കൂടുതൽ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് അമേരിക്കയിലാണ്. പിന്നെ മരങ്ങളെ കാടുകളെ നശിപ്പിക്കുന്ന പ്രവണത ഇന്ത്യയിലെ പോലെ അമേരിക്കയിലില്ല. ഭൗതിക ജീവിതത്തിൽ അവർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുരോഗമിക്കുന്നു. അപ്പോൾ അവിടെയുള്ള അഭ്യാസികൾ ഒരു ഭാഗത്ത് ഭൗതിക ജീവിതത്തിൽ അവർക്ക് പുരോഗതിയുണ്ട്, അവിടുത്തെ മണ്ണും മരങ്ങളും നല്ലതാണ്, ആത്മീയമായിട്ടും കൂടി അവർ ധ്യാനം ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രോഗ്രസ് വളരെ ഫാസ്റ്റായിരിക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കയിൽ ഹാർട്ട്ഫുൾനെസ് അഭ്യാസികളാണ് ഇപ്പോൾ കൂടുതൽ പുരോഗമിക്കുന്നത് ആദ്യം പറയണം. പക്ഷേ ഇന്ത്യയിലോ ആത്മീയത തുടങ്ങിയ സ്ഥലം അത് അല്ലേ, ഋഷികളുടെ നാടാണത്. എന്താ കാരണം? പലതരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള അസുഖങ്ങളെ കൊണ്ട് ജീർണിച്ചിരിക്കുന്നു ഇന്ത്യ. അതിൽ പ്രധാന ഒരു സംഗതി ഈ മതമാണ്. ആയിരക്കണക്കിന് മതങ്ങൾ, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ അസുഖം? വിശ്വാസം എന്നുള്ളതിൽ നിന്ന് അടുത്ത പടിയായിട്ടുള്ള അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അതാണ് ഇവിടെ പ്രശ്നം. നേരെ മറിച്ച് ഭൗതികമായിട്ടുള്ള ഉയർന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവിടെയാണ് നമ്മൾ ആത്മീയതയെക്കുറിച്ചും അല്ലെങ്കിൽ ധ്യാനത്തെക്കുറിച്ചും പറയുകയെന്ന് വെച്ചാൽ ഭൗതിക പുരോഗതി അവർക്കുണ്ട്, ആത്മീയ പുരോഗതിയും കൂടി ചേരുമ്പോൾ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു വളരെ വേഗത്തിൽ. ഈ സന്തുലിതാവസ്ഥ അവർ ആത്മീയ പുരോഗതിക്ക് അനുകൂലമാണ്. കാരണം സന്തുലിതാവസ്ഥയിൽ നിന്നാണ് നമ്മൾ പിന്നീട് പുരോഗമിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ലെവലിൽ തന്നെ നിന്ന് പോകരുത് എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഗീതാജി, അടുത്ത സ്റ്റെപ്പ്, അടുത്ത കർമ്മ പദ്ധതി എന്താണ്? ഈ ബന്ധത്തിനെ കൂടുതൽ ഊഷ്മളമാക്കാൻ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ സ്റ്റെപ്പില്ലെങ്കിൽ ഈ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മതം പോലെ അവിടെ സ്ട്രക്ക് ആവാനുള്ള സാധ്യത എന്ന് പറയാം. അപ്പോൾ എപ്പോഴും ഒന്നിൽ നിന്ന് അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ രാജി പറയും, ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തെറ്റില്ല, നല്ലതാണ്. നിങ്ങൾക്ക് ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കാം, മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ത്യാഗവും സ്നേഹവും നിങ്ങൾ ഉൾക്കൊണ്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ത്യാഗവും സ്നേഹവും നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിൽ പരിപാലിക്കുന്നു. മുഹമ്മദ് നബി ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നത് അതുപോലെ നമുക്കാവാൻ പറ്റുന്നോ? അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ മതം എന്നുള്ള ഫസ്റ്റ് സ്റ്റേജിൽ അവിടെ നിന്ന് പോകും. അപ്പോൾ അവർ നമുക്ക് കാണിച്ചു തന്ന തത്വങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണ്? ഹൃദയത്തിലാണ് എൻ്റെ സ്ഥാനം എന്നാണ്. ഹൃദയമേ പശ്യസി എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ധ്യാനിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം മറ്റ് മതവിശ്വാസങ്ങളായിട്ട് പരസ്പരം പോരടിച്ച് അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു, ആത്മീയത അവസാനിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം തുടങ്ങുന്നത്. അങ്ങനെ ബാബുജി മഹാരാജ് തുടർച്ചയായി ഒന്ന് വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്ന, മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന, അതികടക്കുന്ന ധ്യാനത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് വെച്ചാൽ, ഭൗതിക ജീവിതത്തിലായാലും ആധ്യാത്മിക ജീവിതത്തിലായാലും നമ്മൾ സത്യസന്ധമായും സാത്വിക ബോധത്തോടും കൂടി ജീവിക്കേണ്ടത് അനിവാര്യമാണ്. ദാജി എപ്പോഴും പറയും, നിങ്ങൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ബിസിനസ്സായി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അവിടെ സാത്വിക ബോധത്തോടു കൂടിയാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം എല്ലാ ജോലികളും എല്ലാ ബിസിനസ്സിനും സേവനത്തിൻ്റേതായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ എന്തായാലും. ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സാധനം വിൽക്കുക, അതൊരു സേവനമാണ്. ഒരു വക്കീലാണ് നിയമോപദേശം കൊടുക്കുക, അതൊരു സേവനമാണ്. ഒരു അധ്യാപകനാണ് നിൽക്കുക, വിദ്യ പ്രദാനം ചെയ്യുന്നത്, അതൊരു സേവനമാണ്. ചില ആൾ ശരീരം കൊണ്ടായിരിക്കും സേവനം ചെയ്യുന്നത്, അധ്വാനം. അപ്പോൾ എല്ലാത്തിനും സേവനത്തിൻ്റേതായിട്ടുള്ള ഒരു ഭാഗമുണ്ടെങ്കിൽ ആ സേവനത്തിൻ്റെ ഭാഗം സാത്വിക ബോധത്തോടുകൂടി ആയിരിക്കണം എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് 8ാമത്തെ നിർദ്ദേശം ബാബുജി മഹാരാജ് സത്യസന്ധമായും സാത്വിക ബോധത്തോടും കൂടി ആർജിക്കണം എന്ന് അദ്ദേഹം പറയാൻ കാരണം അതാ. എങ്ങനെയാണ് സാത്വിക ബോധം ഈ നമ്മുടെ പ്രവൃത്തി മേഖലയിൽ നിലനിർത്തുക? നിരന്തര സ്മരണയിലും സാക്ഷി ഭാവത്തിലുമാണ് നമ്മൾ ആ പ്രവൃത്തികൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഭൗതികമായാലും ആത്മീയമായാലും ഈശ്വരനെ അല്ലെങ്കിൽ ഗുരുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയവുമായി കണക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നു, അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് എന്നുള്ള ബോധത്തിലാണ് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുന്നെങ്കിലും. അതുകൊണ്ടുണ്ടാവുന്ന മുദ്രകൾ നമ്മൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, സാത്വിക ബോധം നമുക്ക് നിലനിർത്താൻ കഴിയും. ദാജി പറയുന്ന ഭൗതിക ജീവിതം ആധ്യാത്മിക ജീവിതം ഒരേപോലെ നമ്മൾ ഈ രീതിയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ഭൂമിയെ ഒറ്റ വർഷം കൊണ്ട് മാറ്റിയെടുക്കാമെന്ന് അദ്ദേഹം പറയുന്നത്. കാരണം കാൻഹ ശാന്തിവനത്തിന് ഉദാഹരണം പ്രകടമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളും അദ്ദേഹം വരുത്തിയത് ആദ്യത്തെ വർഷത്തിലാണ്. അദ്ദേഹം പറയും കാൻഹയിലെ ചൂട്, ആ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്ത് കിടന്നുള്ള ചൂട്, അന്തരീക്ഷ ഊഷ്മാവ് 4 മുതൽ 5 ഡിഗ്രി വരെ വ്യത്യാസമുണ്ട് ഒരേ സമയം. കാൻഹയിലുള്ള ചൂടിനേക്കാൾ 4 ഡിഗ്രി കുറവായിരിക്കും നമ്മൾ ടാക്സിയിലെ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നത്. അതേപോലെ മഴ പെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാൻഹ ശാന്തിവനത്തിൽ പെയ്യുന്ന മഴ അതിശക്തമായ മഴയാണ്, അത്ര ശക്തി ഉണ്ടാവില്ല പുറത്ത് ഹൈദരാബാദ് സിറ്റിയിൽ. അപ്പം അതിന് കാരണം എന്താണ്? അവിടുത്തെ മണ്ണും മരങ്ങളും ആ ആത്മീയ അന്തരീക്ഷവും ഫലഭൂയിഷ്ടമായ അവസ്ഥയിലാണ്. അപ്പോൾ ഉന്നതമായ ബോധത്തിന് പ്രപഞ്ചത്തിലുണ്ടാക്കാൻ പറ്റുന്ന ആഘാതം, പോസിറ്റീവായിട്ടുള്ള ആഘാതം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ദാജി, ഇപ്പോൾ നമുക്കറിയാം ശാന്തിവനം, കാൻഹ ശാന്തിവനം കണ്ടപ്പോൾ മധ്യപ്രദേശിൽ അതുപോലെ ഗവൺമെൻറ് 2000 ഏക്കർ ദാജിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് കാൻഹ ശാന്തിവനം പോലെ MP-യിൽ ഒരു സ്ഥലം സൃഷ്ടിച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി കാൻഹയിൽ വന്നപ്പോൾ അദ്ദേഹം ഇത് കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെയുള്ള ഒരു മലയുടെ ഏരിയ, മൗണ്ടൻ സ്ട്രെച്ച് 750 കിലോമീറ്റർ ഉണ്ട്. അത് മുഴുവൻ ദാജിക്ക് വിട്ടുതരാം, അത് മുഴുവൻ ഗ്രീൻ ആക്കണം, പച്ച കളർ മരങ്ങളും നിറച്ചിട്ട്. ഇപ്പം അത് മഞ്ഞ കളറിലാണ്, അതായത് ഒന്നുമില്ല, മരങ്ങളേ ഇല്ല. അപ്പോൾ മോദിജി അത് കണ്ടെത്തി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മലനിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെയുള്ള ഈ 750 കിലോമീറ്റർ ഏരിയ, അതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് മരുഭൂമിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടാൽ ഈ മരുഭൂമി ഇന്ത്യയുടെ മധ്യഭാഗത്തെ കാർന്നതിനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരേ ഒരു പരിഹാരം, ഈ 750 കിലോമീറ്റർ ഏരിയയും പർവ്വതത്തിൻ്റെ താഴ്വരകൾ മുഴുവൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് പച്ച കളറാക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെയും പ്രാരംഭ പ്രവർത്തനങ്ങൾ ദാജി ഏറ്റെടുത്തിട്ടുണ്ട്, തുടങ്ങി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഉന്നതമായ ബോധത്തിൻ്റെ ഉടമയായിട്ടുള്ള ഒരു മാസ്റ്റർ, പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഹൃദയപൂർവ്വം മുഴുകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒരുപാട് പലതരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ട്. വ്യക്തികൾ ശാരീരികമായിട്ടുള്ള സഹായം വേണം, സാമ്പത്തികമായിട്ടുള്ള സഹായം വേണം, ഒപ്പം ധ്യാനം ചെയ്തുകൊണ്ട് ഉന്നതമായിട്ടുള്ള ബോധത്തിൻ്റെ ഉടമയും കൂടിയായിരിക്കണം. അപ്പം അതുകൊണ്ട് മാസ്റ്റർ വിഭാവനം ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമിലും നമ്മൾ ഹൃദയപൂർവ്വം പങ്കെടുക്കുമ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബോധത്തിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ് മിഷൻ, അതുകൊണ്ടാണ് മാസ്റ്റർ, മിഷൻ, മെത്തേഡ് മൂന്നും ഒരുപോലെ പ്രധാനമാണെന്ന് പറയുന്നത്. നമ്മൾ മെത്തേഡ് അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ രാവിലെയും വൈകുന്നേരമൊക്കെ മെഡിറ്റേറ്റ് ചെയ്യണം, മെത്തേഡിലാണ് നമ്മൾ. അതും ഹൃദയപൂർവ്വം ചെയ്യേണ്ടതുണ്ട്. മിഷൻ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഉറവിടം, അദ്ദേഹമാണ് ഈ സംപ്രേഷണത്തിൻ്റെ ഉറവിടം. അങ്ങനെയാണ് മാസ്റ്ററിലേക്ക് നമ്മൾ ചിന്ത വരുന്നത്. അത് കഴിയുമ്പോഴാണ് അദ്ദേഹം കൊണ്ടുനടക്കുന്ന ഈ മിഷൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. അപ്പം അതിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സാധകൻ, ഹാർട്ട്ഫുൾനെസ്സിലെ ഒരു അഭ്യാസി അല്ലെങ്കിൽ സാധകൻ എന്ന് പറഞ്ഞാൽ ഈ മാസ്റ്റർ
മിഷൻ, മെത്തേഡ്, ഈ മൂന്നെണ്ണവും ഒരുപോലെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണ് മാസ്റ്റർക്ക് യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് അഭിമാനം തോന്നുന്നത്. താങ്ക് യു. നമസ്കാരം.